സാധാ ജാഗരി പാലിടാൻ പറ്റില്ല, അത് പിരിക്കും. ഇതിൽ പാലിടാൻ കുഴപ്പമില്ല. ഉപയോഗിക്കാം. ഈ ശർക്കരയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ ജ്യൂസിന്റെ നീരാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ പാലിൽ ചായയിലും കാപ്പിയിലൊക്കെ നമുക്ക് പായസം സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ ഈ വെല്ലൊക്കെ പൊടിച്ചരിക്കണ്ട കല്ല് മറ്റേ അതിനടിക്കുന്ന വേണ്ട നമുക്ക് ഉപയോഗിക്കാം. ഒരു വർഷം ഇത് മറ്റേ ഷുഗർ ഫ്രീ ആണത്. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മള് ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്യില്ല. എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ജ്യൂസ് മാത്രം ആഡ് ചെയ്യണം. അത് ശരി. അതാണ് ഷുഗർ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. സൂട്ട് ആവില്ല. മറ്റുള്ള ഇതിലെ പോലത്തെ കെമിക്കൽ യൂസ് ചെയ്യില്ല എന്ന് കരിമ്പിന്റെ ജ്യൂസിന്റെ ഡീഹൈഡ്രേറ്റഡ് ഫോം ആണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറാണ്ട് തന്നെ ചായയിലും കാപ്പിയിലും ഒക്കെ പഞ്ചസാരയുടെ അളവ് താരതമ്യേന നമുക്ക് കുറയ്ക്കാം. പഞ്ചസാര കുറയ്ക്കാൻ എല്ലാവരും നോക്കുന്നുണ്ട്. കടി കുറയ്ക്കണം, ഉറക്കം കുറയ്ക്കണം, ഉറക്കം കുറഞ്ഞു പോയി കൂട്ടണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കണമെങ്കിൽ പഞ്ചസാര നിർത്തന്നെ വേണം. ഇത് നമ്മുടെ CBSE സിലബസിന്റെ സർക്കുലറാണ്. അതായത് പഞ്ചസാര ഒരു സ്കൂളിന്റെ ചുറ്റുപാടെന്ന് തന്നെ മാറ്റാനാണ് അവർ പറയുന്നത്. 1 കിലോമീറ്റർ ചുറ്റുകളിൽ ലോലിപോപ്പ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. 14% കുറവേ അത് യൂസ് ചെയ്യാൻ പാടും എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ട് ചെയ്യാണ്. ഷുഗർ ബോർഡ് തുടങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം കുട്ടികളുടെ ശ്രദ്ധ കുറയാൻ തുടങ്ങി, മെൻസ്ട്രൽ പെയിന് കൂടാൻ തുടങ്ങി, കാരണം അയൺ ഡെഫിഷ്യൻസി വരാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പുരാതനമായി യൂസ് ചെയ്ത ശർക്കരയുടെ രൂപങ്ങളാണ്. അത് സോന ചക്കർ എന്ന് പറഞ്ഞായിരുന്നു നോർത്തിലേക്ക് പോകുമ്പോൾ. ഇത് ഗോൾഡൻ കളറാണ്, ഒരു സ്വർണത്തിന്റെ കളറാണ് ഇതില് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഷുഗർ ആഡ് ചെയ്യും സ്വാഭാവികമായിട്ട്. അത് ചെയ്യാത്തതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരുപാട് കഴിച്ചിട്ട് ഡയബറ്റീസ് കൂടുതലില്ല, അതായത് ഷുഗർ ഇൻസുലിൻ ഞങ്ങളത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഷുഗർ ഉള്ളവർക്കും ഉപയോഗിക്കാൻ അർത്ഥം. അവർ അങ്ങനെയാണ് കഴിക്കുന്നവർ പറയുന്നത്, കൂടുന്നില്ല എന്ന് പറയുന്നത്. കാരണം സ്വതവേ സ്വാഭാവികമായിട്ടും കൂടാൻ പാടില്ല. ഷുഗർ ആഡ് ആയിട്ടില്ലെങ്കിൽ അതിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ നമ്മൾ പറയുന്നത്. ഇത് ചായയും കാപ്പിയും ഒക്കെ ഇട്ട് പിടിച്ചു നോക്കും ഒരു പ്രാവശ്യം. എങ്ങനെ റേറ്റ് വരുന്നതിന്റെ? ഇതിപ്പോ എല്ലാ കല്യാൺ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 130ഓളം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കല്യാൺ, എലീറ്റ്, അങ്ങനെയുള്ള എഡ്യൂമാർട്ട്, എല്ലാ മേജർ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പൊ അവൈലബിൾ ആണ്. മഞ്ഞപ്പൊടി കുടിക്കാൻ പറ്റുന്നു. ഇതിലടങ്ങിയിട്ടുണ്ട് കണ്ടന്റ് പോകും. ശരിയാ. ഇതിൽ ഷുഗർ ഇല്ല, നമ്മൾ ഒന്നിലും ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. കഴിച്ചു ഇതില് ചായ കാപ്പിയൊക്കെ കടക്കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയാണ്. ശർക്കരയുടെ ഒരു പ്യൂർ ഫോമാണ്. ഇതിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഫ്ലേവർ ആണ്. കരിപ്പട്ടിയുടെ പല ഫ്ലേവറുകളുണ്ട്. ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മസാലകൾ, സ്പൈസസ് ആഡ് ചെയ്തിട്ടില്ല. ഗുരുവായൂരൊക്കെ ഉണ്ട്. ഗുരുവായൂർ എത്രയുള്ളൂ? ഗുരുവായൂരായിട്ടില്ല. പക്ഷെ ഗുരുവായൂർക്ക് ഒരുപാട് ഓൺലൈൻ, ഞങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അതല്ലേ? അപ്പൊ അവിടെ നിന്ന് ഒരുപാട് പേര് ജിയോ റിലയൻസിന്റെ മാറ്റുകൾ എത്തിയിട്ടില്ല. ബാക്കിയുള്ള കല്യാൺ സ്റ്റോറിൽ കിട്ടും. കല്യാൺ, എലീറ്റ്, ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇവിടുത്തെ കേരളം എല്ലാ സൂപ്പർ മാർക്കറ്റിലും മറ്റേതെല്ലാം സെൻട്രലൈസ്ഡ് ആണ്. ബോംബെ ബേസ്ഡ് കമ്പനി. മഹാരാഷ്ട്രയിലാണ് ഓഫീസ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇതാണല്ലോ നമ്മുടെ ടാബ്ലറ്റ്. അതുകൊണ്ട് ഈ സാധനം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതില് കണ്ടല്ലോ അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതെ, ഇത് വായിച്ചു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, ഇവിടെ വെച്ചേക്ക ആൾക്കാരെ കാണട്ടെ.
ഇത് മറ്റേ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു ബോളുകളാണ് വെള്ളത്തിലിട്ട് പൊത്തുന്ന വീർക്കുന്ന ബോളുകളുണ്ട്. ആ എനിക്ക് ഇത് പണ്ട് എന്റെ ഉണ്ടായിരുന്നു. ആ സാധനമാണത്. എന്ത് രസം. പല തരത്തിലുള്ള കുങ്കുമം കണ്ട. അതെ കൊള്ളാം. ചോപ്പ് മെറൂണ്. അതെ അടിപൊളി. ഇവിടെ സാരികൾ മുണ്ടുകളുടെ ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒറ്റമുണ്ടുകള്. ഇതൊക്കെ ഒരു സാരിയാണ്. നോക്കി സാരി നല്ല സാരിയല്ലേ? നല്ല ഭംഗിയുള്ള സാരി. അതെ അടിപൊളി. അങ്ങനെയാണ് നമ്മള് അവസാന ഭാഗത്തിലേക്ക് എത്തി. അവിടെ ഫുൾ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. വളരെ ഈ കണ്ണാടി കൊള്ളാല്ലേ? വാൽക്കണ്ണാടി. വാൽക്കണ്ണാടിയാണ്. ഇതും അച്ചാറിന്റെ ഒരു അതൊക്കെ ഇത് അച്ചാറിന്റെ ഒരു സംഭവം കേട്ടോ. ഇത് ഈത്തപ്പഴ അച്ചാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കാന്താരി അച്ചാർ. ഇത് എന്താ അച്ചാറാ? വെളുത്തുള്ളി കാന്താരി. വെളുത്തുള്ളി കാന്താരി. ഇത് 50 150 വെറൈറ്റി അച്ചാറുകൾ. അത് ശരി. 50 വെറൈറ്റി അച്ചാറുകള് 150 രൂപ. എന്താണ് പറഞ്ഞത്? 150 വെറൈറ്റി അച്ചാർ 50 രൂപ. കാന്താരി അടിപൊളി കേട്ടോ. അടിപൊളിയുണ്ട്. വീട്ടിലുണ്ടാകുന്നതല്ലേ? സരിത അപ്പൊ വേണ്ട പറയാം. ഞങ്ങള് അവിടെ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ. നല്ല കാന്താരി അച്ചാർ നല്ല ചെറു ടേസ്റ്റ് അല്ലായിരുന്നോ? പ്രത്യേക എരിവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. അത് അവര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് വിവിധ തരം ചവിട്ടികൾ. ഇതൊക്കെ എങ്ങനെ റേറ്റ് കിട്ടൂല? എങ്ങനെ റേറ്റ്? 349, 399, 550. പിന്നെ കുറഞ്ഞ ഐറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എക്സ്പോർട്ട് പോകുന്ന ഐറ്റങ്ങളാണ്. ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചവിട്ടികൾ. ഇതൊന്നും വാങ്ങണമെന്നില്ല. ക്വാളിറ്റി ഒന്ന് പരിചയപ്പെടും. ഇവിടുന്ന് കടകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാതെ. ഞങ്ങളവിടെ കണ്ടിരുന്നല്ലേ സോഫ്റ്റ് ആയിട്ട് കമ്പനിക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നു. കളർ ചേഞ്ചുകൾ ഒരുപാട്. കടകളിൽ നിങ്ങൾ 550 രൂപ കൊടുക്കണം. 550. ഞങ്ങൾ ഇവിടുന്ന് കാണിച്ചു തരുന്നു. പരിചയപ്പെടുത്ത അത്ര ഇതിനകത്ത് കാണുമ്പോൾ വാങ്ങാം. 350 അല്ലേ? 350. വലിയ റേറ്റ് ആണ്. ഓക്കെ ഏട്ടാ. അടിപൊളിയല്ല ചവിട്ടുകൾ കേട്ടപ്പോ നമുക്ക് ഇത്ര സോഫ്റ്റ് അല്ല സ്പോർട്ടും ക്വാളിറ്റി ഉള്ള ചവിട്ടുകൾ ഇട്ടെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടുന്ന സംഭവം കിട്ടും. വിടാൻ പോയി കേട്ടോ. അതെ ഇപ്പൊ ഇവിടെ പോപ്കോണിന്റെ തരംഗമാണ്. ഇതാണ് ഇത് ഉണ്ടാക്കണത്. ഇതാണ് പോപ്കോൺ ഉണ്ടാക്കണത് ആണോ അതോ മറ്റേതാണത്? അടിപൊളി. ഇവിടെ പിന്നെ ജ്യൂസ് ഐറ്റംസ് ഞാനിലേക്കാണ്. കുറെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഫുഡ് കോർട്ടായി. ഇതാണ് ഫുള്ള് നമുക്ക് ജ്യൂസിന്റെ ഏരിയ. നമ്മൾ കുറച്ച് മുന്നേ കണ്ട പോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, മുസാമ്പി ജ്യൂസ്, ലൈം ജ്യൂസ്. അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ പച്ചക്കറി വിത്ത് പൂക്കൾ വിത്ത് ഏതെടുത്താൽ 20 രൂപ. എന്താ പടവലല്ലേ ഇത്? പടവലങ്ങ. ഇത് പീച്ചിങ്ങ. പീച്ചിങ്ങയൊക്കെയാണിത്. ഇതൊക്കെ അതിന്റെ വിത്തുകൾ ഉണക്കിയെടുത്തിട്ടുള്ള വിത്തുകൾ കണ്ട. ഏത് തരം വിത്തുകൾ? കാന്താരി മുളക്, കാന്താരി മുളകുണ്ട്. എല്ലാ തരം കറികളുടെ വിത്തുകളുണ്ട് കേട്ടോ. പച്ചക്കറി അതുപോലെ തന്നെ ഫ്ലവറുകളുണ്ട്. ഏതാ മേടിക്കേണ്ടത്? നമുക്ക് നാടൻ വെള്ളരി, നാടൻ മത്തൻ, ഉണ്ട ചുരക്ക, അതുപോലെ നാടൻ പടരം, ചുരക്ക, കുക്കുംബർ, കുമ്പളം. ഇവിടെ പൂവുണ്ടായതും മുളകുണ്ടായതും കണ്ടല്ലോ ലൈവായിട്ട്. ചേട്ടാ ഒരു വിത്ത് എടുത്തുണ്ട് 20 രൂപയുടെ. മുളക്. അപ്പൊ നമ്മള് വാങ്ങിച്ചിട്ടുള്ളത് ബജ്ജി മുളകാണ്. 40 ദിവസം കായ്ക്കുന്നത്. അപ്പൂസം ഇങ്ങനെ ചെടിയൊക്കെ ഉണ്ട്. മുളക്കൂടെ ഇങ്ങനെ കായായി മാറി വരുന്ന സംബന്ധിച്ച് ശബ്ദം പോയി ഓക്കെ അടിപൊളിയല്ല. അപ്പൊ ഇതുവരെ വാങ്ങിച്ചിട്ട് ഏതെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചപ്പോ 20 രൂപ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വിത്ത്. അടിപൊളിയല്ലേ? ഓക്കെ സൂപ്പറല്ലേ? അപ്പൊ ഇവിടെ ഹെഡ്സെറ്റുകളുടെ ഒരു കലവറ തന്നെ ഉണ്ട്. ഹെഡ്സെറ്റുകൾ, സ്ക്രീൻ കാർഡ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാല് പിന്നെ ഇവിടെ തേൻ, ചെറുതേൻ എന്നുള്ള സാധനങ്ങള്, പിന്നെ മൽഗോട്ടൻ സാരി, നിങ്ങളുടെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്.
സാരികളുടെ സെക്ഷൻ കണ്ടില്ലേ, നല്ല കോട്ടൺ സാരി. രണ്ടാളൊരു ഒന്നിപ്പോ തന്നെ എന്തിട്ടാണ്? ലിനൻ കോട്ടൺ ആണ് ഇതല്ലേ. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? 1400. ഇതൊക്കെ വരുന്നത് മൽക്കോട്ടൺ 950 അല്ലേ? ഓ ഓക്കെ. മൽക്കോട്ടൺ സാരികളുടെ സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. വാ, എന്ത് ഇരിക്കണേ? ഇതൊക്കെ ക്ഷീണിച്ച ഇൻസ്റ്റല്ല, യൂട്യൂബ് ചാനലാ. VR ഗുരുവായൂർ. ഓൺലൈൻ ഉണ്ട് നിങ്ങൾക്ക് അല്ലേ? ഓൺലൈൻ ഉണ്ട്. ഏതിലാണ്? ഫ്ലിപ്കാർട്ട് അങ്ങനെ എന്തെങ്കിലാണോ? ഇൻസ്റ്റയിലാണ്. വെബ്സൈറ്റ് ഉണ്ടല്ലേ? ഓഫ്ലൈൻ സ്റ്റോർ എവിടെയാ? അതെ അല്ലേ, കണിമംഗലം. ഓക്കെ. അപ്പൊ ഇവിടെ മറ്റേ സാരി സെക്ഷൻ ആണ് കംപ്ലീറ്റ് ഒരുവിധം. മെയിൻ സാരീസ് ആണ് കൂടുതൽ. ഉണ്ട്. ഓക്കെ. ഇപ്പൊ കൊള്ളാൻ നല്ല കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി സംഭവമാണ്. ഈ മഞ്ഞയാണെങ്കിലും ചുവപ്പാണെങ്കിലും വെള്ളയുടെ കോമ്പിനേഷൻ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പുറത്ത് കാണിച്ചിരുന്ന സാരികളാണ് നല്ല കളർഫുള്ള സംഭവമായിരുന്നു ഇതൊക്കെ വരുന്നത്. ഉള്ളത്. ഓക്കെ. മൽക്കോട്ടൺ സാരി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം അല്ലേ? നല്ല മൂവ്മെന്റ് ഉള്ള സാരീസാണ്. പേപ്പർ പ്രിന്റും കോട്ടൺ സാരീസാണ് ഇതില് വരുന്നത്. അങ്ങനെ വരുന്നത്. ഇതൊക്കെ നല്ല മൂവ്മെന്റ് നമ്മള് സമ്മറിന് ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണ്. പ്യുവർ ലിനൻ ആണെങ്കിൽ അങ്ങനെയുണ്ട്. ജംദാനി സാരീസ് ഉണ്ട്, പ്യുവർ സാരീസ് ഉണ്ട് നമ്മുടെ. അതല്ലേ? അല്പം കുറച്ച് വെച്ചിട്ടുള്ളൂ മാത്രം എക്സിബിഷനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ശരി. അത് മാത്രല്ല, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടില്ലേ ഇതേപോലത്തെ വളകളെ കാണാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള വളകളാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള വളകളാണ്. അതും മാത്രമല്ല, ക്ലിപ്പ്, പൊട്ട്, അതുപോലെ തന്നെ കമ്മല്, അതുപോലെ തന്നെ അതുപോലെ കണ്ണൂർ മാത്രം കാണുന്ന, കണ്ണൂരാണ് അറിയപ്പെടുന്ന നമ്മുടെ തെയ്യത്തിന്റെ മോഡലുള്ള ഗുഡുലോസ്കി സാധനം അല്ലേ? അടിപൊളി മാലയാണ്. ഇതിനൊരു പേര് പറയല്ലോ, ടെറാക്കോട്ട് അല്ലേ ഇത്? യെസ്, അതാണ് സാധനം. ടെറാക്കോട്ട്. കൊള്ളാം, അടിപൊളി നൈസാണ്. ടെറാക്കോട്ടിലുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. നല്ല ഭംഗി. അതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന ഐറ്റമാണ്. അതാണ് ഇതിന് ഇത്രയും റേറ്റ് വരുന്നത്. കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ വരുന്നത് ടെറാക്കോട്ട്. അണിഞ്ഞുള്ള ഒരു ആലോചിച്ച് നോക്കിയതൊക്കെ ഭയങ്കര ആന്റിക് ടൈപ്പ്. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ മൾട്ടാണി മിൽക്ക്, നെല്ലിക്കപ്പൊടി, ലിപ് ബാം, അങ്ങനെയുള്ള കുറെ താളിപ്പൊടികൾ, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ്. നാടൻ സോപ്പുകള്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അത് വീണ്ടും ഇവിടെ വന്നപ്പോ ഇതാക്കണ കുർത്തകള്, അതുപോലെ തന്നെ മറ്റേ ഷർട്ടുകൾ, ഇതൊക്കെ ഹാൻഡ്ലൂമിൽ വരുന്ന കേട്ടോ. ഇതൊക്കെ ഹാൻഡ്ലൂമിൽ വരുന്ന ഐറ്റംസ് ഷർട്ടുകൾ. ഇവിടെ ഫുള്ളായിട്ട് ഷർട്ടിന്റെ കുർത്തയുടെയും കടയാണ് കേട്ടോ അല്ലെ? ഫുള്ള് ഹാൻഡ്ലൂം കോട്ടൺ. അതെ. കുർത്തകൾക്ക് എന്താ വില ചേട്ടാ? കുർത്തകൾക്ക് എന്താ വില? അതല്ലേ, 350 സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ടൺ. ലോങ് കുർത്തല്ല, ഷോർട്ട് കുർത്തയാണ്. അപ്പൊ നമ്മൾ ആ സൈഡിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നോക്കി ആ കാണുന്ന ഒരു സാധനം കണ്ടില്ലേ, ട്രെയിൻ പോലത്തെ. ഇനി അതും അതുപോലെ തന്നെ കുറെ കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇനിയും കുറെ കാഴ്ചകളുണ്ട്, ഇനി കുറച്ചുകൂടി പോകേണ്ടത്. ഇപ്പൊ വീടിന്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഇത് കൂടെ കാണാനുണ്ട്, നടക്കാനുണ്ടെന്നൊക്കെ. കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അല്ലേ? വായോ.
അവിടെ ഇതുപോലെ തന്നെ കുറെ കടകളുണ്ട്. അവിടെ കുറെ മറ്റേ കുർത്താസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കോർണർ ആണ് കംപ്ലീറ്റ്. ഫുള്ളായിട്ട് ഫുഡ് കോർണറുകളാണ് ഇവിടെ നിന്ന് കേട്ടോ. ബജ്ജികള്, മുളക് ബജ്ജി, കായ ബജ്ജി, മുട്ട ബജ്ജി, അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇവിടെ നിന്ന് കംപ്ലീറ്റ്. ഫുള്ള് ഫുഡ് കോർണർ. എക്സിബിഷൻ അവിടെ നിന്ന് കണ്ട് തളർന്ന് വന്ന് ഇവിടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഈ ഫുഡുകൾ കഴിക്കാൻ വേണ്ടിട്ടുള്ള ഊട്ടി മുളക് ബജ്ജി, കോളിഫ്ലവർ കംപ്ലീറ്റ് അടിപൊളി കൊറേ ഉണ്ട്. മുളക് ബജ്ജി, വട, ബജ്ജികൾ ബജ്ജികൾ വേണമുണ്ട്. കോളിഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ട്. ബജ്ജി എങ്ങനെ കെട്ടി തൂക്കിട്ടിരിക്കുക. പ്രഷർ നോക്കാനുള്ള ചെക്കിങ്, ഷുഗർ 40, കുറച്ച് പരിപാടി. അതുപോലെ മാല ബൾബ്, LED ലൈറ്റ് വരാൻ പോണുള്ളൂ അതൊക്കെ. പിന്നെ LED ലൈറ്റ്, മാല ബൾബ്, പിന്നെ ബുക്സിന്റെ യോഗ അതിനെ കുറിച്ചുള്ള ബുക്ക്, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഡോക്ടർ റാണി നമ്മളെ ഗുരുവായൂർ നമുക്ക് ഇവിടെ ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാലോ നാച്ചുറൽ ആയിട്ട് നമ്മള് കമ്മല്, വള, പൊട്ട്, മല്ല, അങ്ങനെ ഐറ്റംസുകൾ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അത് ഓർഗാനിക് സോപ്പുകളും കാര്യങ്ങളും. പിന്നെ അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് പ്രിന്റ് അടിച്ച് ഫോട്ടോ എടുത്ത് തരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്പൻസിൻസ് തന്നെ ശുദ്ധമായ നാടൻ പൂവപ്പൊടി ഐറ്റംസ്, നാച്ചുറൽ മറ്റേ മുടി വളരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള. അതുപോലെ തന്നെ മാല, വള, പൊട്ട്, എല്ലാ കിട്ടും സംഭവങ്ങളൊക്കെ ഉള്ളതുണ്ട്. എന്തോരം കാഴ്ചകളാണ്. പിന്നെ നമുക്ക് അത്തർ, എത്രയാണ് രാവിലെ അടിച്ച വൈകുന്നേരം വരെ മണം നിൽക്കും. ഇത് നോക്കിയേ, കൂൾ വാട്ടർ ഭയങ്കര വേണം. മിലാഫ് ഉണ്ടോ? ഞങ്ങള് സ്ഥിരമായിട്ട് മിലാഫ യൂസ് ചെയ്യുന്നത്. അതെ അല്ലേ. ആള് മറ്റേ ചണ്ടക്ക് പോകുന്ന ആളാ. അപ്പൊ പുള്ളി മിലാഫാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് ഇച്ചിരി ചെമ്പക മേളക്കാര് മേടിക്കുന്ന നമുക്ക് റിച്ച് റോയൽ ആയിട്ടൊരു സംഭവം, ഫ്ലേവർ അങ്ങനത്തെ ഇതൊക്കെ പ്രീമിയം ആണ്. 200 പ്രീമിയം. ഞങ്ങളൊരു ദിവസം വരാം. യൂട്യൂബേഴ്സ് അഭിനന്ദ തീർച്ചയായിട്ടും. വി ആർ ഗുരുവായൂർ. ഇൻസ്റ്റാഗ്രാമല്ല, യൂട്യൂബ്. ഓക്കെ. അപ്പൊ നമുക്ക് അത്രകൾ വേണമെങ്കിൽ ഏത് തരം ഫ്ലേവർ വേണമെങ്കിലും, റോയൽ ലുക്ക് അല്ലെങ്കിൽ റോയൽ പ്രീമിയം ആയിട്ടുള്ള എല്ലാവിധ അത്രകൾ എല്ലാവിധ ഐറ്റംസുകളൊക്കെ ഇവിടെ വന്നാൽ മതി. എക്സിബിഷനും കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് ഫുഡ് കോർണർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന അത്തറാണ്. ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും, അവൈലബിൾ ആണ്. രാവിലെ അടിച്ചാൽ രാത്രി വരെ. അതെ, ഒരു സാധനത്തിലും പേരെഴുതി ഫോൺ നമ്പർ ഇടണ്ടോ. പേര് നമ്പർ ഏതാണ്? അപ്പൊ തന്നെ ചുട്ടു വേണ്ട അന്നത്തോടെ കളിക്കണ്ട. എത്ര കാശ് പോയൊന്നും ഇവിടെ അന്ന് അച്ഛൻ കളിച്ച് കാശ് മൊത്തം പറഞ്ഞേ കളഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗ്യ സാധനം അവിടെ അത് കൃത്യമായിട്ട് എറിഞ്ഞു വീഴ്ത്താൻ പറ്റും. പിന്നെ ഇവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇവര് ഒരു കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. അതില് വിരലിൽ എണ്ണാവുന്ന 5-6 സാധനങ്ങൾ മാത്രമേ നമുക്ക് വീണ കിട്ടുള്ളൂ. മറ്റേല് വീണ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം വീഴൂല. അതാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എറിയാൻ അറിയുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അവിടെ ഊഞ്ഞാല് കഴിച്ചല്ലേ. അതെ, അതിന് മേടിക്കണ്ട, നമുക്കറിയണല്ലേ. സ്പീഡൊക്കെ ഉണ്ടിട്ടാ ആവശ്യത്തിനുള്ള. നമ്മുടെ നാദൃശക്ക പറഞ്ഞ പോലെ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ റബ്ബർ എങ്ങനെയുണ്ട് എക്സിബിഷൻ വന്നിട്ട്?
കൊള്ളാം ഒരു പരിപാടി. അയ്യോ അയ്യ അതാണ് എക്സിബിഷൻ കയറി കഴിഞ്ഞാൽ നല്ല രസമായിരുന്നില്ലേ എക്സിബിഷൻ? രസമായിരുന്നു സംഭവം. നല്ല രസമായിരുന്നു, നല്ല സംഭവമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെ, കുറെ നടക്കാണ്ട് കുറെ കാണാണ്ട് കുറെ കാണാനുണ്ട്. അതുപോലെ തന്നെ ആ ഒരുപാട് സാധനങ്ങള് നമുക്ക് ശരിക്കും കളക്ട് ചെയ്യാം. കാരണം ആ നമ്മുടെ എന്താ പറയുക നെല്ല് കുത്തുന്ന, അതായത് അരി പൊടിക്കുന്ന ആ സാധനമല്ലോ, അത് ഭയങ്കര എക്സ്പ്ലോർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള കുറെ സാധനങ്ങൾ, അതുപോലെ തന്നെ പലതരം വസ്ത്രങ്ങള്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ആരും മറക്കണ്ട, 2026 തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ ആയിട്ടുള്ള നമ്മുടെ തേക്കിൻകാട് മൈതാനത്തുള്ള എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം. എല്ലാവരും അടിച്ചു കയറി വരിക. അപ്പൊ 2026 തൃശ്ശൂർ എക്സിബിഷൻ, പൂരം എക്സിബിഷൻ കാണാൻ നമ്മള് എന്തായാലും അടിപൊളിയായിരുന്നു, സെറ്റപ്പ് ആയിരുന്നു, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. വെറൈറ്റി കുറെ നമ്മളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. കുറെ സ്പെഷ്യൽ ആയിട്ട് കുറെ നമ്മൾ കാണാൻ പറ്റി. പുതു വസ്ത്രവും അതേപോലെ കുറെ വെറൈറ്റി സംഭവം, ചപ്പാത്തി വരക്കണ എന്തൊക്കെ വെറൈറ്റി നമ്മളിപ്പോ അല്ലെ. ഇപ്രാവശ്യത്തെ എക്സിബിഷൻ കൊള്ളാം. അപ്പൊ നിങ്ങൾക്ക് എക്സിബിഷൻ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നു. അടിപൊളിയാണ്. 50 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ബാക്കി ഇവിടെ സുഖമായിട്ട് കാഴ്ചകളൊക്കെ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ സൗന്ദര്യത്തിനാണ് നമുക്ക് ടാനൊക്കെ മാറ്റാനുള്ള ഇത് മാറ്റി 15 ദിവസത്തെ നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടണം എന്തായാലും. അതും ഉണ്ടാവും. അപ്പൊ കൊള്ളാല്ലേ, എല്ലാരും. അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.